നമ്മുടെ ഡാർവിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വർക്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു തോമസ് മാൽത്തൂസ്. തോമസ് മാൽത്തൂസ് എന്ന് പറഞ്ഞ ആളുടെ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വർക്ക് ഡാർവിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. സോ തോമസ് മാൽത്തൂസ് എന്ന് പറഞ്ഞ പോപ്പുലേഷനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നു. എന്താണ് പോപ്പുലേഷൻ, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഒരു വർക്ക് ഉണ്ട്. ആ വർക്ക് ഒരുപാട് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. ഇപ്പോൾ ഡാർവിൻ പറഞ്ഞ നാച്ചുറൽ സെലക്ഷനിൽ നിന്ന് എന്താണ് ഇവിടെ മാൽത്തൂസ് എന്താണ് ആ നാച്ചുറൽ സെലക്ഷനിൽ നിന്ന് ഫാക്റ്റുകൾ കുറച്ച് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നാച്ചുറൽ സെലക്ഷനിൽ നിന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്ത ഫാക്റ്റുകളാണ് വെൻ നാച്ചുറൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ, എപ്പോഴൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണോ അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? പോപ്പുലേഷൻസ് ആർ സ്റ്റേബിൾ ഇൻ സൈസ്. നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിൽ പോപ്പുലേഷൻ്റെ സൈസ് സ്റ്റേബിൾ ആയിരിക്കും. എപ്പോൾ? എക്സെപ്റ്റ് ഫോർ സീസണൽ ഫ്ലക്ച്വേഷൻ. ആ പോപ്പുലേഷനിൽ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല. പുതിയ ഒരു ഓർഗാനിസം വരികയോ അല്ലെങ്കിൽ കുറച്ച് ഓർഗാനിസം ഇവിടെ നിന്ന് പോവുകയോ ജീൻ ഫ്ലോ നടക്കുകയോ ഒന്നും ഇല്ലെങ്കിൽ, സോ സീസണലായിട്ട് ഫ്ലക്ച്വേഷൻസ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഒന്നും ഇല്ലെങ്കിൽ വരികയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്, സീസണൽ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ സൈസ് സ്റ്റേബിൾ ആയിരിക്കും. എപ്പോൾ? നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ. ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് മാത്രമേ ആ പോപ്പുലേഷനിൽ ഉണ്ടോ എന്നെങ്കിൽ ആ പോപ്പുലേഷൻ്റെ സൈസ് സ്റ്റേബിൾ ആയിരിക്കും. അൺലെസ് ഒരു സീസണൽ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ സൈസ് കൂടുകയോ കുറയുകയോ ചെയ്യാം. സോ സീസണൽ ഫ്ലക്ച്വേഷൻ വരാത്തോടത്തോളം കാലം നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്നെങ്കിൽ പോപ്പുലേഷൻ്റെ സൈസ് സ്റ്റേബിൾ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനിൽ കാണപ്പെടുന്ന മെമ്പേഴ്സ് വേരി ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. ആ പോപ്പുലേഷനിലുള്ള ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ വേരി ചെയ്തിരിക്കും. ഈവൻ ഏത് രണ്ട് ഓർഗാനിസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെ ഇല്ല. നോ ടു ഇൻഡിവിജ്വൽസ് ആർ എലൈക്ക്. ഒരു ഓർഗാനിസത്തിനെയും നമുക്ക് ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ദോ ദേ ലുക്ക് സൂപ്പർഫിഷ്യലി സിമിലർ. ഏതൊരു ഓർഗാനിസത്തിനെയും നമുക്ക് ഒരേപോലെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർ പുറമേന്ന് നോക്കുമ്പോൾ സൂപ്പർഫിഷ്യലി അവരെ നോക്കുമ്പോൾ ഒരുപോലെ സിമിലറായിട്ട് കാണപ്പെടുമെങ്കിലും അവരിലും എന്തുണ്ടാവും? വേരിയേഷൻസ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ പറഞ്ഞത്. മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലുള്ള മെമ്പേഴ്സ് ക്യാരക്ടേഴ്സ് തമ്മിൽ വേരിയിങ് ഡിഫറൻസുകൾ ഉണ്ടാവും. ഈവൻ ദോ അവർ പുറമേന്ന് നോക്കുമ്പോൾ സൂപ്പർഫിഷ്യലി ഒരുപോലെ ഉണ്ടെങ്കിലും. അതാണ് പറഞ്ഞത്, ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കില്ല. മൂന്നാമത്, മോസ്റ്റ് ഓഫ് ദ വേരിയേഷൻസ് ആർ ഇൻഹെറിറ്റഡ്. നമ്മൾ ഈ പറയുന്ന വേരിയേഷൻസ് ഓർഗാനിസത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന വേരിയേഷൻസ് മെജോറിറ്റിയും എന്ത് തന്നെയാണ്? ഇൻഹെറിറ്റഡ് ആയിട്ട് വന്ന വേരിയേഷൻസ് തന്നെയാണ്. ഇത്രയാണ് നമ്മുടെ തോമസ് മാൽത്തൂസ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വർക്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അത് ഒരുപാട് നമ്മുടെ ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഒരിക്കൽ കൂടി പറയാം, ഒരു നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ അവിടെ പോപ്പുലേഷൻ്റെ സൈസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, എക്സെപ്റ്റ് സീസണൽ ഫ്ലക്ച്വേഷൻ ഇല്ലെങ്കിൽ. രണ്ടാമത്, ഒരു പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ടാവും, ക്യാരക്ടേഴ്സ് വേരി ചെയ്തിരിക്കും. ഈവൻ ദോ അവരെ പുറമേ നിന്ന് നോക്കിയാൽ സൂപ്പർഫിഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെ കാണപ്പെടുമെങ്കിലും. മൂന്നാമത് പറയുന്നത്, ഈ പറഞ്ഞ വേരിയേഷൻസ് എല്ലാം ഈ ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എല്ലാം ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോപ്പുലേഷൻ്റെ സൈസ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാം എക്സ്പോണൻഷ്യലായിട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഓർഗാനിസത്തിനും ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ സൈസ് ഒരുപാട് എല്ലാ ഓർഗാനിസം അതിൻ്റേതായ സ്വാഭാവികമായ രീതിയിൽ ഒരുപാട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ സൈസ് എങ്ങനെയായിരിക്കും? എക്സ്പോണൻഷ്യൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്ത്. സോ ഒരു ബാക്ടീരിയ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അൺകൺട്രോളബിൾ ഗ്രോത്താണ്, അവർക്ക് ഒരു കൺട്രോളില്ല. എക്സ്പോണൻഷ്യൽ ആയിട്ടൊരു ഗ്രോത്ത് ബാക്ടീരിയയിൽ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി പോപ്പുലേഷൻ്റെ സൈസ് ലിമിറ്റഡ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞ പോലെ
അവിടെ കോമ്പറ്റീഷൻസ് വരും. നാച്ചുറൽ റിസോഴ്സസിന് ഒരു കോമ്പറ്റീഷൻ വരും. ആ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ചില ഓർഗാനിസംസ് സർവൈവ് ചെയ്യും, മറ്റു ഓർഗാനിസത്തിനെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദേ ഗ്രൂ അറ്റ് ദ കോസ്റ്റ് ഓഫ് അതേഴ്സ്. മറ്റു ഓർഗാനിസം എങ്ങനെ വളർന്നോ അതിനെ പിന്മാറിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് മേലോട്ട് ഈ പുതിയ ഓർഗാനിസംസ് വളരാൻ തുടങ്ങും. ചില ഓർഗാനിസംസ് സർവൈവ് ചെയ്യാം. ഇങ്ങനെ സർവൈവ് ചെയ്യാനായിട്ട് ഓർഗാനിസത്തിനെ സഹായിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ വരുന്ന ആ നീഡിനനുസരിച്ച് എൻവയോൺമെൻറ്റിനനുസരിച്ച് വരുന്ന വേരിയേഷൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ഓർഗാനിസത്തിന് മാക്സിമം നമ്പർ ഓഫ് അതിൻ്റെ പ്രോജനീനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറേഷൻ ടു ജനറേഷൻ അവർ മോർ ആൻഡ് മോർ പ്രോജനി റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാരണം മോർ ആൻഡ് മോർ പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കഴിയുമ്പോൾ എന്താവും, ഈ വേരിയേഷൻസ് ഒക്കെ ഒരു ചേഞ്ച് ആയിട്ട് മാറും ആ പോപ്പുലേഷനിൽ. സോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്, ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടേഴ്സിൽ ചേഞ്ച് വരുന്നു, ആദ്യമുള്ളതിൽ നിന്ന് ചേഞ്ച് വരുന്നു. കാരണം ആ സർവൈവ് ചെയ്ത ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ പോപ്പുലേഷനിൽ കുറച്ച് വേരിയേഷൻസ് വന്നു. ആ വേരിയേഷൻസ് നേച്ചർ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ മോർ പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ കുറേ കഴിയുമ്പോൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടർ മാറുന്നു. അവസാനം അതൊരു ന്യൂ ഫോമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതാണ് തിയററ്റിക്കലി. സോ ഇങ്ങനെയാണ് നമ്മുടെ തോമസ് മാൽത്തൂസ് പറഞ്ഞത്. ഇനി വേറൊരു ചോദ്യം, ഇവല്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രോസസ്സാണോ? ഇവല്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രോസസ്സാണോ അതോ റിസൾട്ട് ഓഫ് എ പ്രോസസ്സ്? ഇവല്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രോസസ്സാണോ അതോ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടാണോ, അനന്തരഫലമാണോ ഇവല്യൂഷൻ? നമുക്ക് ഇതിനെ രണ്ട് തരത്തിൽ പറയാം. ഇവല്യൂഷൻ പ്രോസസ്സാണോ അതോ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടാണോ, ഒരു പ്രക്രിയയാണോ? ഇവല്യൂഷൻ ഒരു പ്രക്രിയയാണോ അതോ ഒരു പ്രക്രിയയുടെ അനന്തരഫലമാണോ എന്നാണ് ചോദ്യം. സോ നമുക്ക് പറയുകയാണെങ്കിൽ ഇവല്യൂഷൻ ഒരു പ്രോസസ്സാണ്. ഏത് രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, സ്റ്റോറി ഓഫ് അവർ വേൾഡ്, എങ്ങനെയാണ് നമ്മുടെ വേൾഡ് ഉണ്ടായേ എന്നുള്ളൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ അപ്പോൾ ഇവല്യൂഷൻ ഒരു പ്രോസസ്സാണ്. സ്റ്റോറി ഓഫ് വേൾഡ് എന്നൊരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. എന്നാൽ സ്റ്റോറി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്, എങ്ങനെയാണ് എർത്തിൽ ലൈഫ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നൊരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ഓഫ് പ്രോസസ്സിൻ്റെ അനന്തരഫലമാണ് ഇവല്യൂഷൻ. അങ്ങനെയാണ് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്ത് വന്നത്. സോ ഈ എൻഡ് റിസൾട്ട് ഓഫ് എ പ്രോസസ്സ് എന്നത് ഏത് പ്രോസസ്സാണ്? നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ എൻഡ് റിസൾട്ടാണ് എന്ത്? സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത്. എർത്തിൽ എങ്ങനെയാണ് ലൈഫ് ഫോം ചെയ്തത് എന്നുള്ളതിൻ്റെ ഇതെന്താണ്? നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് നാച്ചുറൽ സെലക്ഷൻ നടന്നതിൻ്റെ എൻഡ് റിസൾട്ടാണ് നമ്മൾ പറയുന്ന ഈ ലൈഫ് ഫോംസൊക്കെ ഈ എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തത്. സോ ഇവല്യൂഷൻ ഒരു പ്രോസസ്സാണോ അതോ പ്രോസസ്സിൻ്റെ ഒരു റിസൾട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നമ്മുടെ വേൾഡിനെ സ്റ്റോറി പറയുകയാണെങ്കിൽ സ്റ്റോറി ഓഫ് വേൾഡിൻ്റെ ഇതിൽ പറയുമ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതേസമയം സ്റ്റോറി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്തിൻ്റെ ഇതിൽ പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എൻ എൻഡ് റിസൾട്ട് ഓഫ് പ്രോസസ്സ്. അതായത് എൻഡ് റിസൾട്ട് ഓഫ് വിച്ച് പ്രോസസ്സ്? നാച്ചുറൽ സെലക്ഷൻ. ഈ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ എർത്തിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത്.